ഇന്ന് വെണ്ടയ്ക്ക വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഉപ്പേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് 250 ഗ്രാം വെണ്ടയ്ക്ക ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി പാൻ ചൂടാകുമ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുമ്പോൾ 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കയും ഒരു ചെറിയ സവാള കട്ട് ചെയ്തതും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/4 ടീസ്പൂണും കുറവായിട്ട് ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിക്കുക. 1-2 തവണ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. വെണ്ടയ്ക്ക നന്നായിട്ട് വെന്താൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടോടെ കൂടിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.